എന്തിനാണ് സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്കോ? ഞാനില്ല. ആരെങ്കിലും കണ്ട സീനോ? ആരും കണ്ട സീനൊന്നും ആവില്ല. ഇപ്പൊ കണ്ടാ തന്നെ ഒന്നും പറയൂല. പോവാ. നമ്മളിവിടെ തിയേറ്റർ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ കുട്ടികളോടൊരു കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട എത്ര പേരുണ്ടെന്ന്. 100ഓളം കുട്ടികളാണ് തിയേറ്ററിൽ പോയിട്ട് ഇന്നേ വരെ ഒരു സിനിമ പോലും കണ്ടില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയത്. അതോടുകൂടി ഞങ്ങൾ തിയേറ്ററിൻ്റെ ചിന്തകളുടെ വേറെ രൂപത്തിലേക്ക് മാറ്റുകയും ഇതിലെ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ആലോചിക്കുകയും ചെയ്തിരുന്നു. മറ്റ് സർക്കാർ സ്കൂളുകളിലൊന്നും നമ്മൾ കാണാത്ത ഒരു വ്യത്യസ്ത രീതിയിലുള്ള കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ ഒരു തിയേറ്റർ, അത് വർണ്ണക്കൂടാരത്തിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയതാണ്. അന്ന് ഇവിടെ എച്ച്.എം ആയിരുന്നത് തോമസ് സാറാണ്, മാനന്തവാടിയിലുള്ള തോമസ് സാറാണ്. അപ്പോൾ തോമസ് സാറ് ആ കിട്ടിയ ഫണ്ടിൽ നിന്ന് കുറച്ച് ഈ ഒരു തിയേറ്ററിന് വേണ്ടി വിനിയോഗിച്ചു. ഏകദേശം ഒരു ക്ലാസ്സിലെ 40ഓളം കുട്ടികൾക്കാണ് ഒരേ സമയം ഇവിടെ തിയേറ്ററിലിരുന്ന് സിനിമ കാണാനുള്ളൊരു അവസരമുള്ളത്. പിന്നെ നമുക്ക് ഈ തിയേറ്ററിൽ നിന്ന് പോലും അനുഭവം ഉണ്ടാകാത്ത തരത്തിലുള്ള സിനിമകൾ, അതായത് ലോക സിനിമകളായിട്ട് അറിയപ്പെടുന്ന പല സിനിമകളും, അതുപോലെ ഗാന്ധിജി, APJ അബ്ദുൽ കലാം തുടങ്ങിയവരെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ, അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കാണിച്ചതാണ് സുനിത വില്യംസ് തിരിച്ചെത്തിയ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നൊരു മൂവി ഞങ്ങളിവിടെ കാണിക്കേണ്ടത്. ഇതൊക്കെ കുട്ടികൾക്ക് വലിയൊരു അനുഭവമാണ് നൽകുന്നത്. തിയേറ്ററിൽ ഇന്നേ വരെ കയറിയിട്ടില്ലാത്ത കുട്ടികൾക്ക് ആ തിയേറ്ററിൻ്റെ അതേ ശബ്ദ സംവിധാനത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത്. AC-ൻ്റെ അതോടൊപ്പം തന്നെ DTS ഡോൾബി സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് കുട്ടികൾക്ക് ഈ സിനിമാ അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഈ പഞ്ചായത്ത്, മേപ്പാടി പഞ്ചായത്തിലുള്ള മറ്റ് സ്കൂളുകളിലെ കുട്ടികളെ ക്ഷണിച്ചുകൊണ്ട് കുറച്ചുകൂടി വിപുലമായിട്ട് നല്ലൊരു ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്കൂളത്തെ കുട്ടികളെ തന്നെ അഭിനേതാക്കളും ഡയറക്ടറും ക്യാമറയും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവരെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാനും ആഗ്രഹിക്കുന്നുണ്ട്.